ഇന്ന് ഉച്ചത്തേക്ക് മത്തിയാന്ന് വാങ്ങിന്. അമ്മമ്മ എത്ര പെട്ടെന്ന് ചാവൂന്ന് തീരെ വിചാരിച്ചില്ലല്ലോ. എന്തെന്നാ വേണ്ടേ? ഇന്ന് മീൻ വെക്കാവോ? വേണ്ട വേണ്ട, പൊരിച്ചാ മതി. പിന്നെ കുരുമുളക് അധികം ചേർക്കണ്ട, എരിവ് അധികം വേണ്ട. മരിച്ച വീടല്ലേ. ഹായ്. പൊരിക്കാനല്ലേ? സാറേ വേഗം ഒന്ന് കമ്പി അടിക്കണല്ല. എത്ര പൈസയാവും? അമ്മ പോയില്ലേ? അമ്മയല്ലേ സാറേ, അമ്മാമ്മേരെ അമ്മയല്ലേ. നമ്മുടെ അമ്മ പണ്ടേ പോയില്ലേ. നമ്മുടെ ഈ നമ്മളെയല്ല, ഈ നമ്മളെ. എന്നാ പിന്നെ നിങ്ങളുടെ എന്ന് പറഞ്ഞാ പോരെ. അത് ശരിയാവൂല സാറേ, നിങ്ങളുടെ അമ്മ എന്ന് പറയാൻ പറ്റില്ലല്ലോ. മരിച്ചത് സുധാകരന്റെ അമ്മയല്ലേ. എന്നാ പിന്നെ സുധാകരന്റെ അമ്മ എന്ന് പറഞ്ഞാ പോരെ. നമ്മളെ നാലാളി അമ്മയല്ലേ, ക്രെഡിറ്റ് അങ്ങനെ ഒറ്റ കൊടുത്താൽ ശരിയാവൂലപ്പാ. നിങ്ങൾ എത്ര ആൾ അമ്മ വേണേലോ, പക്ഷെ എൻ്റെ അമ്മനെ അതിൽ കൂട്ടണ്ട. ഒരു ചത്തിറ്റ 10 വാക്ക് ടെലഗ്രാം അടിക്കാൻ 3 ഉറുപ്പ്യ 50 പൈസയാവും. അധികം വരുന്ന ഓരോ വാക്കിന് 50 പൈസയും. ദേ എന്നാ പോയിന്ന് വരിക്കോ, വരണ്ടാന്നും പറഞ്ഞേ. വളയപ്പനി മനസ്സിലാവും. ലുക്മണേട്ടി, ചായക്കുള്ള പരിപാടി നോക്കിക്കൊന്നോ. ഒരാളെ വന്ന് തുടങ്ങും. ഇപ്പോൾ അമ്പിളിയെടുത്തി ചായ എടുക്കുക. ആ ഷമീർ നോക്കൂ. ഇപ്പം എടുക്കേ. പിന്നെ സെൻറ്റിന് 4 ലക്ഷം റുപ്യ വെച്ചിട്ട് 30 സെൻറ്റ് സ്ഥലത്തിന് 1,20,00,000 റുപ്യ. അതിൽ 15 ലക്ഷം റുപ്യ അഡ്വാൻസ് ആയിട്ട് നവംബർ മാസം നിങ്ങൾ കൈപ്പറ്റിയിട്ടുണ്ട്. പിന്നെ സുധാകരേട്ടൻ പശുവിനെ വാങ്ങാൻ പറഞ്ഞിട്ട് 5 ലക്ഷം റുപ്യ അഡ്വാൻസ് വാങ്ങി. എൻ്റെ കമ്മീഷൻ ഞാൻ ഓൾറെഡി വാങ്ങി. ബാക്കി വരുന്ന പൈസ രജിസ്റ്റർ ആയ ദിവസം നിങ്ങൾ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആക്കി തരും. ഈ പറഞ്ഞ കാര്യം എഗ്രിമെൻറ്റിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ ആൾക്കാരെന്നെ വന്നുകൊണ്ട് ഇപ്പം എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഒപ്പിട്ടാലേ എൻ്റെ കാര്യം കഴിച്ചില്ലായി. എന്നാ അമ്മമ്മ ഒപ്പിട്ടോ. ആടിയിട്ടു. 30 സെൻറ്റിൻ്റെ മൂലക്ക് അമ്മേനെ കത്തിക്കണം. ആടെ തന്നെ ഒരു കല്ലറയും പണിയണം. ആ 6 അടീൻ്റെ പൈസ ഷെമീൻ്റെ കമ്മീഷനെ കഴിച്ചാൽ മതി. പേപ്പറിലാക്കണമെന്നില്ല. ഞാൻ ഏട്ടനോട് പറയാം. ആ ശരി ശരി സാർ. എങ്ങനെട്ടാ നിങ്ങളെ തെക്കേ ബസാറിലെ പോസ്റ്റിൻ്റെ കംപ്ലയിൻറ്റ് ശരിയാക്കിയാ? പോസ്റ്റ് മൈ ആസാന്ന്. എൻ്റെ എഞ്ചിനീയർ കളിയാൽ ഓഫീസിന് മതി. വീട്ടിൽ ഞാനാ കേട്ടോ. ഏട്ടൻ മൈ ആസാം. അമ്മമ്മ മരിച്ച സമയത്തെങ്കിലും കുറച്ച് ഈഗോ കാണിക്കായിരുന്നു ഇവിടെ. ആ പുഷ്കര, മകീരിയ നക്ഷത്രം എനിക്ക് തോന്നിയിനി ഇന്ന് തന്നെ പോകുന്നു. 8-10 കൊല്ലമായി നിങ്ങൾ പറയുന്നത് കേട്ടു. ഇന്ന് പോവും, ഇപ്പോൾ പോവും. എൻ്റെ പുഷ്കര, ഞാൻ ജോത്സ്യനാന്ന്, കാലനൊന്നല്ല. ഇനി ആരെയും കാക്കാനില്ലെങ്കിൽ എടുത്തൂടെ? ഏയ് കുറച്ചു നേരം കൂടെ ദർശനത്തിന് വെക്കാം. ഒന്നുമില്ലെങ്കിലും 100 കൊല്ലം ജീവിച്ചതല്ലേ. ഒരു 10 മിനിറ്റും കൂടെ ചത്ത് കിടക്കുന്നതിൽ എന്താ നഷ്ടം അല്ലേ? At your destination. സുരേഷൻ ഇത് ഒരു അനിയൻ ചെക്കനല്ലേ, ആ ബഗഡ സുരേഷൻ. ഇവനൊന്നും ചത്തിട്ടില്ലേ? ഭഗവതി, കാർത്തിയാലയമ്മ ചത്തു പറഞ്ഞിട്ട് സുരേശൻ വന്നിട്ടുണ്ട്. ഏയ് എന്നടാ சொல்ற? நிஜமாவா? ആമാടാ. ഏയ് നീ എന്താ തമിഴ് പേசுற? അത് പെട്ടെന്ന് ഞെട്ടൽ രേഖപ്പെടുത്താൻ തമിഴ് നല്ലയാണെന്ന് തോന്നുന്നു. എടോ വന്നത് സുരേഷൻടാ, നീ എല്ലാം ഇംഗ്ലീഷിൽ നട്ടണം. What? Your destination is on your left. Your total loss is 3,450. ഇവരെ കാൽക്കുലേഷൻ മൊത്തം പാളിയിലെ മുരളി. ഈ ചെക്കൻ ചത്തൊന്ന് വിചാരിച്ചല്ലേ 30 സെന്റ് വിറ്റത്. ഇനി ഇവരെന്താക്കും?
നോക്കണ്ട, സ്വർണ്ണം തന്നെ. കറുത്ത പെയിന്റ് അടിച്ചതുകൊണ്ട് വിൽക്കാതെ ബാക്കിയായതാ. ചാരുവെടുത്തല്ലേ? ഒരു ക്ലൂ തരട്ടാ. എന്നാ ബാത്റൂമിനകത്ത് സുരേഷൻ. സുരേഷ എന്താണ് എന്നാ പറ്റി ഇനി? എന്നാതിരോ എന്നാ പ്രശ്നം? എവിടെ തീ പിടിച്ചിനി? എന്താണ് എന്തേ? കുളിക്കുമ്പോ ക്ലൂ തരുമെന്ന് ചോദിച്ചു. സുരേഷ നീ അങ്ങനെ നീ ഒന്ന് അടങ്ങടാ. എടാ നിന്നോട് ക്ലൂ തരട്ടെന്നാ ചോദിച്ചിനി അല്ല കളി തരട്ടെന്നാ ചോദിച്ചിനി? ക്ലൂന്നാ കേട്ടെ. ക്ലൂന്നാ? സുരേഷ നീ ക്ലൂന്നാ അല്ല കളിന്നാ ഉദ്ദേശിച്ചിനി? എന്തായാലും കക്കൂസ് അടിക്കുമ്പോ ചോദിക്കണ്ടേ? ഞാൻ നിങ്ങളെല്ലാവരും ഒറ്റക്കൊറ്റക്ക് പരിചയപ്പെടാൻ ആഗ്രഹിക്കുന്നു. ഏറ്റവും കംഫർട്ടായിട്ടുള്ള സ്ഥലം ഇതല്ലേ? പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒപ്പം നോക്കിയാലും ഭയങ്കര തിരക്കുവന്നു. നമുക്കൊക്കെ പണിയുണ്ടാ നിന്നെ പോലെയത്. നീ ഒന്ന് അടങ്ങട പുഷ്കര. ചാരുവടുത്തിനെ പരിചയപ്പെടുന്നതിന് എനിക്ക് എന്താ പ്രശ്നം? അവര് ക്ലാസ്മേറ്റ്സ് ആണെടാ സുരേഷ. അതിലൊന്നും അവനോട് പറയേണ്ട ആവശ്യമില്ലേ? പറയണം, ഓനത് അറിയണം. സുരേഷ, ഞാൻ അമ്പിളി, നിന്റെ രണ്ടാമത്തെ ഏട്ടൻ്റെ ഭാര്യയാണ്. നീ നാട് വിട്ടുപോയിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാകുമ്പോൾ മനോരേട്ടന് ഫയർഫോഴ്സിൽ ജോലി കിട്ടി. എന്നിട്ടാകുമ്പോൾ എന്നെ കല്യാണം കഴിച്ചു. ഇപ്പം എനിക്ക് വയസ്സ് 40. പിന്നെ വേറെ എന്തെങ്കിലും ക്ലൂ എനിക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പം ചോദിച്ചോ. നൈസ് ടു മീറ്റ് യു. ഞാൻ ചാരുലത, വയസ്സ് 28, വില്ലേജ് ഓഫീസിലെ പാർട്ട് ടൈം സ്വീപ്പറാണ്. പുഷ്കരൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. ഗംഗാരേട്ടൻ ലൈൻമാൻ ആയാലും വീടിനടുത്ത് പോസ്റ്റ് നന്നാക്കാൻ വന്നതാ. അപ്പം എന്നെ കണ്ട് ഇഷ്ടപ്പെട്ടതാണ്. അതിനുശേഷം ഒരൊറ്റ പോസ്റ്റ് മനസ്സിലാക്കിയില്ല. മതി മതി കെട്ടിപ്പിടിച്ച് കുതിർന്ന് വിട്ടെ വിട്ടെ വിട്ടെ. എന്നാ കുളിക്കട്ടോ. കുളിമുറി ഇടാന്ന് പുഷ്കരേട്ടാ. എടാ ഒന്ന് തോർത്തെടുക്കട്ടെ സുരേഷ. എന്നാ തോർത്ത്. ഞാൻ കണ്ടോ തോർന്ന് ഉപയോഗിക്കാറില്ല. ഐ എം എ പെർഫെക്റ്റ് ജെന്റിൽമാൻ. ഇത് നിങ്ങൾ തന്നെ ഇത് അടച്ച് ആര് വെച്ചിട്ടുണ്ടായിരുന്നു? നോക്കട്ടെ. കണ്ടോരെ തോർത്തെടുത്ത് പാട്ടിന് കഴിഞ്ഞു. ഇടാ നീ അമ്മാമേലെ മോര് മാറ്റിയിട്ട് ഏറെ കവിത മുങ്ങി നീ. എടാ പറയടാ. കൊന്നാലും ഞാൻ എൻ്റെ ബാക്ക് സ്റ്റോറി പറയില്ല.